ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പോൾ ഈ ഡേറ്റ് ഫേസ്ബുക്കിൽ റീൽസിനും ഇൻസ്റ്റഗ്രാം ആഡ്സിനൊക്കെ ഏണിങ്സ് കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഫോട്ടോസിനാണ് ഏറ്റവും കൂടുതൽ ഏണിങ്സ് ലഭിക്കുന്നത്. അത് ഒറിജിനാലിറ്റി ഫോട്ടോയ്ക്കാണ് കേട്ടോ. നമ്മൾ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്ത് ഇതുണ്ടോ പ്രൊഫഷണൽ ഡാഷ്ബോർഡ്, അതിൽ തൊട്ട് കഴിയുമ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു പേജിലേക്ക് പോകുന്നതായിരിക്കും. ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. അപ്പോൾ അത് ഉണ്ടോ ഓരോരോ സംഭവങ്ങൾ, ഇതെല്ലാവർക്കും. പിന്നെ പേ ഔട്ട് രീതിയാണിത് കേട്ടോ. നമ്മുടെ പേ ഔട്ട് രീതികളാണ്. ഞാൻ ഒരു പ്രാവശ്യം ഇട്ടപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടോ ഇതൊക്കെ. പിന്നെ ഇൻസൈറ്റ്, നമ്മുടെ വ്യൂസും കാര്യങ്ങളൊക്കെ അറിയുന്നത് ഇവിടെയാണ്. കണ്ടൻറ്റ്, നമ്മളിടുന്ന കണ്ടൻറ്റ്, അതായത് വീഡിയോസും ആണ് മെയിനായിട്ട് വരുന്നത്. പിന്നെ ഗ്രോത്താണിത്. പിന്നെ നമ്മുടെ പ്രൊഫൈൽ സ്ട്രെങ്ത് ആണെന്നുള്ളത് ഒരു അറിയിപ്പാണ്. അത് പച്ച വേണം. അപ്പോൾ നിങ്ങളെല്ലാവരും നല്ല വീഡിയോസ്, അതുപോലെ ഒറിജിനാലിറ്റി വീഡിയോസ് ഇടുക. അതുപോലെ തന്നെ പോസ്റ്റ് ചെയ്യുമ്പോൾ ഒറിജിനാലിറ്റി ഫോട്ടോ ഇടാൻ ശ്രമിക്കുക. ഫോട്ടോയ്ക്കാണ് ഏറ്റവും കൂടുതൽ ഏണിങ്സ് ലഭിക്കുന്നത് എന്ന് മറക്കരുത്. നമ്മൾ മറ്റൊരാളുടെ കണ്ടൻറ്റ് കൊണ്ടുവന്നിടുമ്പോൾ നമുക്കതിന് ഏണിങ്സ് ലഭിക്കുന്നില്ല. ഇതൊക്കെ ഒറിജിനാലിറ്റി ആണ് ഞാൻ ഇട്ടിട്ടുള്ളത്. ഇതിനൊക്കെ അതിൻ്റേതായ വ്യത്യാസങ്ങൾ. ഇതൊക്കെ ഒറിജിനാലിറ്റിയാണ്. ഇങ്ങനെയുള്ള ഫോട്ടോസും കാര്യങ്ങളും നമ്മുടെ സംഭാഷണ രീതികളും എല്ലാം നമ്മൾ ഇടുക. എല്ലാത്തിനും നമുക്ക് ഏണിങ്സ് ലഭിക്കണമെന്നില്ല. ഇതുണ്ടോ, ഞാൻ മറ്റൊരാളുടെ കണ്ടൻറ്റ് ഇട്ടതിനെ കൊണ്ട് എനിക്ക് ഏണിങ്സ് ലഭിച്ചിട്ടില്ല. ഇതാണ് ഓവർവ്യൂ, അതായത് നമ്മുടെ പോസ്റ്റ് എത്ര പേര് കണ്ടു എന്നുള്ളതാണിത്. ഇതാണ് ഏണിങ്സ്. ഇത് എൻഗേജ്മെൻറ്റ്. ഓക്കെ, ഇതൊക്കെ എന്താണ് എന്നുള്ളത് പിന്നീട് പറഞ്ഞു തരുന്നതാണ്. 0.03 ഏണിങ്സ് ലഭിച്ചു. അതുപോലെ 1521 ആളുകൾ കണ്ടു, അതായത് കണ്ടു എന്നുള്ളതിൻ്റെ ഒരു ഇതാണ് 1521 വ്യൂസ് കാണിക്കുന്നത്. നമ്മൾ ആരാൻ്റെ വീഡിയോസ് ഇട്ടതിനെ കൊണ്ടാണ് നമ്മളിതൊക്കെ. നമ്മുടെ സ്വന്തം വീഡിയോസ് ഇടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലഭിക്കുന്നുണ്ടോ. 1793 പേര് കണ്ടു, ഒരു ഏണിങ്സ് ലഭിച്ചു. അപ്പോൾ എല്ലാവരും സ്വന്തമായിട്ട് വീഡിയോസ് ഇടാൻ ശ്രമിക്കുക. ഫോട്ടോസ് ഇട്ട് ഫേസ്ബുക്കിൽ നിന്ന് നല്ലൊരു വരുമാനം ലഭിക്കാൻ ശ്രമിക്കുക. പിന്നെ എല്ലാവരും വിചാരിക്കും ഇതെന്താണ് സംഭവം എന്നുള്ളൊരു സംശയമുണ്ട് എല്ലാവർക്കും കേട്ടോ. എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതിൽ തൊട്ട് കഴിഞ്ഞാലിട്ട് നമ്മളെല്ലാ കാര്യങ്ങളും അറിയുന്നത്. ഇപ്പോൾ ഇനി ചില പോസ്റ്റുകൾക്ക് വന്നിട്ടുള്ളൊരു സംഭവമാണ്. എവിടെയാണത്? എൻ്റെ എല്ലാ പോസ്റ്റും പോസ്റ്റ് ചെയ്യാനുള്ള പോസ്റ്റ് എന്ന് പറഞ്ഞിട്ടാണ് കിടക്കുന്നത്. എവിടെയോ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു, അതെവിടെയാണ്? ഇതുണ്ടോ, ചില പോസ്റ്റുകൾക്കൊക്കെ ഇങ്ങനെയാണ് വരുന്നത്. അതിന് ഏണിങ്സ് കുറയും. അത് എത്ര പേര് കണ്ടിട്ടുണ്ടെങ്കിലും കാര്യമില്ല. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് പുതിയ മാറ്റങ്ങൾ. അപ്പോൾ എല്ലാവർക്കും ഫേസ്ബുക്കിൽ നിന്ന് നല്ലൊരു വരുമാനം ലഭിക്കട്ടെ. അപ്പോൾ എല്ലാവരും അതിനായി ശ്രമിക്കുക. എല്ലാവർക്കും കിട്ടട്ടെ എന്ന പ്രാർത്ഥനയോടെ ലച്ചുട്ടി വൈൻഡപ്പ് ചെയ്യുന്നു.